അതായത് ജോർദാനിലെ അമേരിക്കയുടെ സൈനിക ബേസിന്റെ മുക്കും മൂലയും അതുപോലെ ഒപ്പിങ്ങെടുക്കുക. അവിടെ ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് എവിടെയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത്, അതിന്റെ പാർക്കിംഗ് പൊസിഷൻ വരെയാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ മറ്റ് രീതിയിലുള്ള, അതായത് ഈ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉണ്ടല്ലോ, ടാഡ് പോലത്തെ സിസ്റ്റം എവിടെ വെച്ചിട്ടുള്ളത്, അതിന്റെ പൊസിഷൻ എന്താണ്, ഏതൊക്കെ അതിന്റെ റൺവേ, ഏതൊക്കെ മൂല മുതൽ ഏതൊക്കെ മൂല വരെ റൺവേ ഉണ്ട്, അതിന്റെ സൈഡിൽ വെച്ച ഫ്ലൈറ്റിന്റെ കംപ്ലീറ്റ് പിക്ചർ വിത്ത് വീഡിയോ ആണ് ഇറാൻ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അടിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ അടിക്കും എന്ന് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യ്, സബ്ബൊക്കെ ചെയ്യ്, ഷെയറും ചെയ്യ്, കമൻറ്റും ചെയ്യ്. നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലോട്ട് കയറാം. The Muwafaq Salti Air Base in Jordan's Azraq sits at a geopolitical crossroads, bordering Iraq, Syria, Israel, and Saudi Arabia, making the base a key launchpad for regional operations. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച നാളെ സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ നടക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നാളത്തെ ചർച്ച പാളിപ്പോയി കഴിഞ്ഞാൽ രണ്ട് ചാൻസുകളിൽ ഒന്നുകിൽ ആക്രമിക്കും, അല്ലെങ്കിൽ നാളെ ചർച്ച വിജയിച്ചു കഴിഞ്ഞാൽ ആക്രമിക്കില്ല. പക്ഷേ അതിൽ മറ്റു ചില കാര്യങ്ങളുണ്ട്. നാളത്തെ ചർച്ച ഇൻ കേസ് പാളിപ്പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി, അതായത് ഒരു തേർഡ് ചർച്ചയിലോട്ട് പോകാത്ത രീതിയിൽ നാളത്തെ ചർച്ച മൊത്തമായിട്ട് പാളാണെങ്കിൽ നാളെ രാത്രിയോട് തന്നെ ചിലപ്പം അമേരിക്ക ഇറാനെ ആക്രമിച്ചെന്ന് വരും. മറ്റന്നാൾ നോയമ്പ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം ഫസ്റ്റ് ഡേ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെ അമേരിക്ക ആക്രമിക്കാനുള്ള എല്ലാ ചാൻസുകളും കാണുന്നുണ്ട്. ഇന്ന് കണ്ടിട്ടുള്ള ചില ഫ്ലൈറ്റ് റഡാർ മൂവ്മെൻറ്റ്സ് ഉണ്ട്. അത് ഞാൻ എടുത്തല്ലോ, എന്നാലും ആരോന്നും വന്നേ നമ്മുടെ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ഇട്ട്, നീ ഇന്റർനാഷണൽ ചാനലിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കണ്ടിട്ടല്ലേ പറയുന്നത് ആണ്. അതായത് അക്യുറസി ഉണ്ട് എന്ന് തോന്നുന്ന ചാനലുകളിലെ കാര്യങ്ങൾ എടുത്തിട്ടാണ് പറയുന്നത്. അതല്ലാണ്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ജൂത ചാനലുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വാർത്തകളല്ല നമ്മൾ പറയുന്നത്. കറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ് എന്നുള്ള ചില ചാനലുകളുണ്ട്. ആ ചാനലിലെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയുമായിട്ട് ഒരുപാട് ഫ്ലൈറ്റ് റഡാർ മൂവ്മെൻറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ആ മൂവ്മെൻറ്റ്സിൽ അമേരിക്ക വൻ തോതിൽ അവരുടെ ചില ഫൈറ്റർ ജെറ്റുകൾ മാത്രമല്ല, ഇതിനെ ആകാശത്തുനിന്ന് ഇന്ധനം നിറയ്ക്കുന്ന രീതിയിലുള്ള ടാങ്കർ ഫ്ലൈറ്റുകൾ ഒരുപാടുണ്ട്. അതായത് ഓയിൽ ടാങ്കർ ഫ്ലൈറ്റുകൾ, ഇത്തരത്തിലുള്ള ഫ്ലൈറ്റുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു കംപ്ലീറ്റ് എല്ലാ സൈഡിൽ നിന്നും ആക്രമിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഉദ്ദേശം. നമ്മളിപ്പോൾ ഈ ഖത്തറും സൗദിയൊക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ മണ്ണിൽ നിന്ന് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അതായത് ഫ്ലൈറ്റുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ സിമ്പിളാണ്, ഇവിടുന്ന് നിങ്ങൾ അടിക്കേണ്ട, ഇവിടുന്ന് വേണം നിങ്ങൾ ഇറക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടുന്ന് പൊങ്ങിയതിന് ശേഷം നിങ്ങൾ പോയി അടിച്ചോ എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ഗൾഫ് കൺട്രീസിൻ്റെ ഒക്കെ അവസ്ഥ. അതല്ലാണ്ട് അവർ ഒരു പ്രശ്നം അവർക്കില്ല ഇറാൻ അടിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള പേടിയുണ്ട് വെറുതെ ചില പ്രസ്താവനകൾ വിടാണ്, ഇവിടെ നിന്ന് അടിക്കേണ്ട, ഇവിടെ നിങ്ങൾ പൊന്തിട്ട് വേണം അടിച്ചോ, ഇതാ അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കണ്ട ചില ഫ്ലൈറ്റ് റഡാർ മൂവ്മെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒന്നും രണ്ടുമല്ല, തുരുതുര ടാങ്കർ ഫ്ലൈറ്റുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അതായത് അമേരിക്ക US എയർഫോഴ്സിൻ്റെ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളായിട്ടുള്ള KC-135, KC-46 ടാങ്കറുകളാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ കിഴക്കൻ ദിശയിലേക്ക് പറക്കുന്നതായിട്ടാണ് വ്യോമ റഡാർ ട്രാക്കുകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. തന്ത്രപ്രധാനമായ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധങ്ങൾക്ക് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള യുദ്ധവിമാനങ്ങൾ കിട്ടും. ഇത് യുദ്ധം ചെയ്യുന്ന വിമാനങ്ങളല്ല, പക്ഷേ ആ യുദ്ധവിമാനങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ട് അതല്ലെങ്കിൽ അതിന് അടുത്തായി പോയിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് അതിന് ആകാശത്ത് നിന്ന് തന്നെ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. അതായത് കണ്ടിന്യൂസ്ലി ഇറാൻ അടിക്കുക, അല്ലെങ്കിൽ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചും അറഞ്ചം പുറഞ്ചും ഇറാൻ തിരിച്ച് മിസൈൽ വിടുന്നവർക്ക് അറിയുന്നതുകൊണ്ട് തന്നെ എല്ലാ സൈഡിൽ നിന്നും ഇത്രയും ഫ്ലൈറ്റുകൾ ഇപ്പം USS എബ്രഹാം ലിങ്കണിലും USS ജെറാർഡ് ഫോർട്ടിലൊക്കെ 75-90 ഓളം വിമാനങ്ങൾ നിറച്ചിട്ട് അവർ പോകുന്നത്. ഇത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിനെ ആക്രമിക്കാൻ അമേരിക്ക ഇസ്രായേലിന്റെ സപ്പോർട്ടോടുകൂടി സകല ഗൾഫ് കൺട്രീസിന്റെ ബേസ് സപ്പോർട്ടോടുകൂടി അമേരിക്ക പോയിട്ടുള്ളത്. ഇത്രയും വിമാനങ്ങളും ഇത്രയും ബോംബറുകളും ഇല്ലാത്ത സാധനങ്ങളില്ല, ഇതെല്ലാം കൂടെ കൊണ്ടിട്ടാണ് ഈ ഒരു ഇറാൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ചങ്ക്രോപ്പുള്ള ഒരൊറ്റ രാജ്യത്തിനെ ആക്രമിക്കാൻ അവർ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കൂടുതൽ ഫ്ലൈറ്റ് മൂവ്മെൻറ്റ്സ് നമ്മൾ കാണുന്നത്. F-35 പോലുള്ള വിമാനങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ ഇൻ കേസ് ഇൻ ബിറ്റ്വീൻ അവർക്ക് നിറച്ചുകൊണ്ടേ ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ടാങ്കറുകളുടെ ഇത്രയും കൂടുതൽ ഈ പറഞ്ഞ ബേസുകളിലോട്ട് പോകുന്നത്. ഇപ്പം ജനീവയിലുള്ള ആ ചർച്ച ഒരു രീതിയിൽ പാളിന്ന് കണ്ട സ്പോട്ടിൽ ഇവർ നെക്സ്റ്റ് സമയത്ത് തന്നെ അടിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അത് മാത്രമല്ല, ഖത്തറിലെ സന്നാഹങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇതിൽ കേട്ടോ. അതായത് ഖത്തറിലെ അൽ-ഉദൈദിൽ വ്യോമത്താവളത്തിൽ ഇതിനകം 16ഓളം US ടാങ്കർ വിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതായത് ജോർദാനിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുമ്പം ഇതിന് ഫില്ല് ചെയ്യണമെങ്കിൽ ഖത്തറിൽ നിന്നാണ് ഈ പറഞ്ഞ ടാങ്കർ വിമാനങ്ങളൊക്കെ ഉയരാൻ പോകുന്നത്. അപ്പം നമുക്ക് മനസ്സിലായില്ല ഖത്തറിൻ്റെ സപ്പോർട്ട് എത്രത്തോളം അതിനുണ്ട് ഇൻഡയറക്ട്ലി എന്നുള്ളത്. ഇന്നത് മാത്രമല്ല, ഇന്ന് മറ്റൊരു വീഡിയോ ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇറാൻ പറഞ്ഞിട്ടുള്ളത് നാളത്തെ ചർച്ചയിൽ വെറുതെ ആണവായുധം അല്ലെങ്കിൽ ആണവോർജ്ജ പദ്ധതികളെ കുറിച്ച് മാത്രമല്ല, ഞങ്ങൾ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഞങ്ങൾ മാക്സിമം നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ അതിൻ്റെ വാല്യൂ ഞങ്ങൾ കുറയ്ക്കുന്നുണ്ട്, തോത് കുറയ്ക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക്
3 കാര്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എണ്ണ, പ്രകൃതി വാതക മേഖലയിലുള്ള ഉപരോധം ഞങ്ങൾക്ക് മാറ്റി കിട്ടണം. ഖനന നിക്ഷേപങ്ങളിലുള്ള ഉപരോധം മാറ്റണം. അതുപോലെ വിമാനങ്ങൾ വിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഉപരോധങ്ങൾ, അതായത് യുദ്ധക്കോപ്പുകൾ മറ്റ് സ്ഥലങ്ങളിൽ വാങ്ങുന്നതിനുള്ള ഉപരോധം ഉണ്ട് അമേരിക്കയുടെ, അതും ഞങ്ങൾക്ക് മാറ്റിത്തരണം എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. വിട്ടുവീഴ്ചയ്ക്കുള്ള സാധ്യത, ഉപരോധങ്ങൾ നീക്കി തങ്ങളുടെ പക്കൽ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള യുറേനിയത്തിന്റെ അളവ് കംപ്ലീറ്റ്ലി കുറയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് മാത്രമല്ല, പല കാര്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെക്കുക എന്നുള്ള പരിപാടിയിലോട്ട് ഞങ്ങൾ പോവില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിലോട്ട് ഞങ്ങൾ പോകില്ല. ഈ അമേരിക്കയുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം, കൂർമ്മ എന്താ പറയുക, ആ ഒരു തേർഡ് റേറ്റ് തന്ത്രങ്ങൾ എപ്പോഴും അമേരിക്കയും ഇസ്രായേലും പുറത്തോട്ട് എടുക്കാറുണ്ട്. അപ്പോൾ അവർ സൈനിക സമ്മർദ്ദം മാക്സിമം ചെലുത്തി ഇറാനെ പേടിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റീവ് വിക്കോഫ് അതുപോലെ തന്നെ ജാരഡ് കുഷറുമാണ് ഇപ്പം ഇങ്ങോട്ട് പോയിട്ടുള്ളത്. എന്താ പറയുക, ജനീവയിലോട്ട് ഇന്ന് ഓൾറെഡി അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. നാളെയാണ് അവിടുന്ന് മീറ്റിംഗ്. നാളെ എന്ന് പറഞ്ഞാൽ നാളെ രാത്രിയാവും. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് പകൽ കഴിഞ്ഞ് രാത്രി ആകുമ്പോഴായിരിക്കും അവിടുത്തെ ഈ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ സമയം അമേരിക്കയുടെ 2 വിമാനങ്ങൾ നമുക്കറിയാം, 2 വിമാനവാഹിനി കപ്പലുകൾ ഓൾറെഡി ഇറാന്റെ തീരത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഫിൽഡാണ്. അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും, ഇപ്പം ജോർദാനും സൗദിയും ഖത്തറും UAE എല്ലാ സ്ഥലങ്ങളിലും അമേരിക്കയുടെ വിമാനങ്ങൾ കൊണ്ട് നിറച്ചിട്ടിട്ടുണ്ട്. തുരുതുര അടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ്. ഇന്ന് ഇറാൻ ടെലിവിഷനിൽ മറ്റൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ചൈനയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഇവർക്ക് എല്ലാ ഇമേജസും കിട്ടുന്നത് നമുക്കറിയാം, അതായത് സാറ്റലൈറ്റ് ഇമേജസ് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് ജോർദാനിലെ ജോർദാന്റെ US എയർബേസിന്റെ A to Z മൂലടക്കമുള്ള സ്ഥലങ്ങൾ അതുപോലെ ഒപ്പിയെടുത്ത് അവിടെ ഏതൊക്കെ ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടുണ്ട് അതിന്റെ പൊസിഷൻ വരെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഞങ്ങൾ അതിനെ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ വരെ കാണിച്ചുകൊണ്ടാണ് ഇറാൻ ഈ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അവിടെ ബോംബിംഗ് ഏത് അവസ്ഥയിലായിരിക്കും എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ പ്രധാന വിവരങ്ങളാട്ടോ, അത് ലക്ഷ്യമിടുന്ന വ്യോമ താവളങ്ങളാണ്. ഇറാൻ ആദ്യമായിട്ട് ജോർദാനിലെ മുവഫാഖ് സാൽറ്റി എയർബേസ് ആണ് കേട്ടോ. മുവഫാഖ് സാൽറ്റി എയർബേസ് ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഒരു അനിമേഷൻ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. ഇതിലെ റൺവേകൾ, ഇതിൽ കാണിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് റൺവേകൾ, വിമാനം പാർക്ക് ചെയ്ത സ്ഥലം തുടങ്ങിയ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ മൊത്തം പൂർണ്ണമായിട്ട് യുദ്ധത്തിനുള്ള മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ഇറാൻ പുറത്തോട്ട് വിട്ടുള്ളത്. ഇതിൽ അമേരിക്കൻ സൈനിക സന്നാഹങ്ങളുടെ ഭാഗമായിട്ട് ഈ താവളത്തിൽ നിലവിലുള്ള പ്രധാന US വിമാനങ്ങളുടെ വീഡിയോ വരെ ഇതിൽ പറയുന്നുണ്ട്. 24 F-15 യുദ്ധവിമാനങ്ങൾ, 12 F-35 സെൽഫ് ഫ്ലൈറ്റുകൾ, അതുപോലെ തന്നെ 12 A-10C തണ്ടർബോൾട്ട് സെക്കൻഡ് അറ്റാക്ക് വിമാനങ്ങൾ അതിലുണ്ട്. പിന്നെ 6 EA-18G ഗ്രൗളറുകളും ഇലക്ട്രോണിക് യുദ്ധവിമാനങ്ങളും ഇതിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ടാഡ് എവിടെയാണ് വിന്യസിച്ചിട്ടുള്ളത്, ഇതെല്ലാം കംപ്ലീറ്റ് ചൈനീസ് സാറ്റലൈറ്റ് ആണ് ഇത് പുറത്തോട്ട് വിടുന്നത്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത് ചൈനീസാണ്. അവരത് വെച്ചിട്ടാണ് ഇറാൻ അത് കൊടുക്കും. ഇറാൻ അത് വെച്ചിട്ടാണ് ഇവരുടെ കംപ്ലീറ്റ്, അതായത് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ് എവിടെയൊക്കെ എന്തൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇവന്മാർ ഓരോ വീഡിയോ പുറത്തോട്ട് വിട്ടുകൊടുക്കുന്നത്. മാക്സിമം ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അമേരിക്ക ഇത്രയും ദിവസം ആക്രമിക്കാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടി കിട്ടുമല്ലോ എന്നുള്ള ഒരൊറ്റ പേടി കാരണം. ഇനി അത് മാത്രമല്ല, ഈ ടാഡ് സിസ്റ്റം നമ്മൾ പറയുന്നുണ്ടല്ലോ, ഇപ്പം ഖത്തറിൽ ടാഡ് വെച്ചിട്ടുണ്ട്. ടാഡിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ ഏകദേശം $15.5 മില്യൺ. $15.5 മില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കോടി രൂപ, 1.5 കോടി US വരുന്നത്. 1.5 കോടി US ആണ് ഇതിന് വേണ്ടി വരുന്നത്. അത് 100 കണക്കിൽ കോടി ഇന്ത്യൻ രൂപ വേണം ഈ ഒരു സംഭവം ഒരു വട്ടം പ്രവർത്തിപ്പിക്കണമെങ്കിൽ. അതായത് ഇതിന്റെ ചെലവ് എന്ന് പറഞ്ഞാൽ 11 ദിവസത്തെ പ്രതിരോധത്തിനായി ഏകദേശം $2.35 ബില്യൺ, അവിടെ മില്യൺ കഴിഞ്ഞിട്ട് ബില്യണിലോട്ട് കയറി, $1 ബില്യൺ ആണ് 11 ദിവസം പ്രവർത്തിപ്പിക്കണമെങ്കിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് അമേരിക്ക അടിക്കാണ്ടിരിക്കാനുള്ള കാരണം മനസ്സിലായില്ലേ? മിസൈൽ ഇറാൻ എന്തായാലും വിടും. ഇറാന്റെ കയ്യിൽ 1000, 2000, 3000 ഇല്ല, അതിൻ്റെ മേലെ മിസൈലുകളും ഡ്രോണുകളും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും അമേരിക്കയുടെ നട്ടല് ഒടിയുന്ന രീതിയിൽ എത്ര എന്താ പറയുക GDP ഉള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാലല്ലോ ഒന്നും മറന്നു പോകും. പ്രത്യേകിച്ച് ഇറാനെ പോലത്തെ രാജ്യം. ഇപ്പം ഉക്രൈനായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ എങ്ങനെയുണ്ട് അവസ്ഥ? റഷ്യക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. സപ്പോർട്ട് ഇവർക്ക് കൊടുക്കാന്നല്ലാണ്ട് ഒരു യുദ്ധത്തിലോട്ടുള്ള കംപ്ലീറ്റ്ലി ഒരു സപ്പോർട്ട് ഈ റഷ്യക്ക് കൊടുക്കാൻ പറ്റാത്തത് അവർ ആ ഒരു യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചൈന എന്തുകൊണ്ട് സപ്പോർട്ട് കൊടുക്കും? ചൈനയ്ക്ക് ഇപ്പോൾ വേറെ യുദ്ധങ്ങളില്ല, അവർക്ക് അവരുടെ ആയുധങ്ങൾ പരീക്ഷിക്കും വേണം. അവരുടെ മാക്സിമം സപ്പോർട്ട് അതുകൊണ്ട് ചൈന ഇതുപോലെ കൊടുക്കും. ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഇൻഡയറക്ട്ലി എല്ലാ സപ്പോർട്ടും ചൈന കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പല വീഡിയോസും പുറത്തോട്ട് വരുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നാളത്തെ മീറ്റിംഗ് ചർച്ച കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് നാളത്തോടെ അറിയാം. നോമ്പിൻ്റെ മുമ്പാണ്. ചർച്ച നന്നായിട്ടില്ലെങ്കിൽ അമേരിക്ക സ്റ്റാർട്ട് ചെയ്യും, ഇറാനും സ്റ്റാർട്ട് ചെയ്യും. ഒരു ലോക മഹായുദ്ധത്തിലോട്ട് തന്നെ അത് പോവുകയും ചെയ്യും. ഏതായാലും യുദ്ധം ഒന്നിനൊരു പരിഹാരമില്ല, നമുക്ക് എല്ലാവർക്കും വരാം. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് ചർച്ച ചെയ്തിട്ട് തന്നെ അത് പരിഹാരത്തിൽ എത്തട്ടെ എന്ന് മാത്രമാണ് സത്യം. ഞാൻ മനസ്സുകൊണ്ട് എത്രയൊക്കെ നമുക്ക് 4 വീഡിയോ ചെയ്യാന്നുള്ളതല്ല, മനസ്സുകൊണ്ട് പറയുന്നത് ഇത് ഒരിക്കലും യുദ്ധത്തിലോട്ട് പോകരുത്. അത് ഏത് വിട്ടുവീഴ്ച ചെയ്തിട്ടാണെങ്കിലും 2 രാജ്യങ്ങളും ആ ഒരു യുദ്ധമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.